ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവാണ് അല്ലേ? യെസ്. അപ്പോൾ അതിലെ കണക്ക് എന്ന് പറയുമ്പോൾ ആ അസറ്റിൻ്റെ കണക്ക് എഴുതി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വർഷവും അസറ്റിൻ്റെ വിലയിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ എത്രയാണോ സംഭവിച്ചിട്ടുള്ളത് അത് ഓരോ വർഷവും അതിൽ നിന്ന് കുറച്ച് കാണിക്കുക. അത് മാത്രമാണ് ആ കണക്കിൽ ചെയ്യാനുള്ളത് അല്ലേ? യെസ്. അതെങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അതിനെ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയും അല്ലേ? യെസ്. എന്താണ് ആ മെത്തേഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ? രണ്ടാമത്തെ മെത്തേഡിൻ്റെ പ്രത്യേകത ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. അതിനെ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നാണ് പറയുക. എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ പ്രത്യേകത? അതിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിലാണ്. ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അസറ്റ് വാങ്ങിയ വിലയിലാണ്. അപ്പോൾ വാങ്ങിയ വിലയിൽ മാറ്റം ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. ക്ലിയർ? സോ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം എവറി ഇയർ. എന്താ അതിന് കാരണം? നമ്മൾ ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാങ്ങിയ വിലയിലാണ് നമ്മൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണ്. അതിനെ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂയിലാണ്. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഉള്ള എമൗണ്ട്, ബുക്കിലുള്ള വാല്യൂ അല്ലേ? അപ്പോൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നമ്മൾ കണക്കാക്കും, അത് കുറക്കും. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കുറയും അല്ലേ? പിന്നീട് രണ്ടാമത്തെ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ആ ബുക്ക് വാല്യൂയിലാണ്, കുറഞ്ഞ വിലയിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും എന്താവും? കുറയും. ബുക്ക് വാല്യൂ ഓരോ വർഷവും കുറയും, അതേപോലെ തന്നെ ഡിപ്രീസിയേഷനും ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഒരേ എമൗണ്ട് ആയിരിക്കും. രണ്ടാമത്തെ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? എന്താ കാരണം? ആദ്യത്തെ മെത്തേഡിൽ ഒറിജിനൽ കോസ്റ്റുമ്പിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. രണ്ടാമത്തെ മെത്തേഡിൽ ബുക്ക് വാല്യൂയിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിനി നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ഹാഫ് ഇയർലി പരീക്ഷയ്ക്കും അതുപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്കും ഇതേ ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമ്മൾ ഈ വരുന്ന പബ്ലിക് പരീക്ഷയിലും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലപോലെ നോക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു ലിമിറ്റഡ് കമ്പനി ഒരു മെഷീനറി വാങ്ങിയെന്ന് പറയുന്നത് 50,000 രൂപക്ക് 1/7/2020 ആൻഡ് ഇമ്മീഡിയറ്റ്ലി സ്പെൻഡ് ₹10,000 ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. 50,000 രൂപക്ക് മെഷീനറിയും വാങ്ങി 10,000 രൂപ അതിൻ്റെ ഇൻസ്റ്റലേഷനും ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര രൂപയ്ക്ക് അസറ്റ് വാങ്ങിയത്? 50,000 10,000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60,000 രൂപ. ഓക്കെ, എന്നിട്ട് പറയുന്നു ഓൺ 30/9/2022 ആദ്യത്തെ അസറ്റ് വാങ്ങിയത് 2020 പിന്നീട് രണ്ടാമത് വീണ്ടും 2022 അനദർ മെഷീൻ കോസ്റ്റിംഗ് ₹20,000 വാസ് പർച്ചേസ്ഡ്. വീണ്ടും ഒരു മെഷീൻ 20,000 രൂപക്ക് വാങ്ങി. അവിടെ ഇൻസ്റ്റലേഷനോ ട്രാൻസ്പോർട്ടേഷൻ പോലെയുള്ള അധിക ചിലവുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20,000 തന്നെയാണ്. പിന്നീട് പറയുന്നു കമ്പനി ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് 10% പെർ ആനം, വർഷത്തിൽ 10%. ഏത് മെത്തേഡ് പ്രകാരമാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ്. ആൻഡ് ബുക്സ് ആർ ക്ലോസ് അറൗണ്ട് 31st December എവരി ഇയർ. എല്ലാ വർഷവും ബുക്ക് ക്ലോസ് ചെയ്യുന്നത് 31st December. ഒരു ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ഡിപ്രീസിയേഷൻ എത്രയാണ്? ഏത് മെത്തേഡാണ്? ഏത് മെത്തേഡാ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. 2 മെത്തേഡ് ഉണ്ട് അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണോ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഓക്കെ. രണ്ടാമത്, ഡിപ്രീസിയേഷൻ എത്രയാണ് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? 10%. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വർഷവും ഒരേ എമൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ തുടക്കത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. 2 അസറ്റ് ഉണ്ട്. ആദ്യത്തെ അസറ്റിൻ്റെ വില 60,000 50,000 + 10,000 എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 6,000. 60,000 × 10/100 5% ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? × 5/100 അല്ലേ? ഇവിടെ 10%. അപ്പോൾ 10/100 എന്ന് പറയുമ്പോൾ 6,000. രണ്ടാമത്തെ അസറ്റ് 20,000 രൂപയാണ് അതിൻ്റെ വില, അതിനെ 10% എന്ന് പറയുമ്പോൾ 2,000. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഡിപ്രീസിയേഷൻ എമൗണ്ട് 2 അസറ്റിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇയറാണ്.
31 ഡിസംബറിലാണ് വർഷം അവസാനിക്കുക. അതായത് വർഷം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? 1 ജാനുവരി. ഓക്കെ, അപ്പോൾ 4 വർഷത്തെ കണക്ക്. ആ 4 വർഷം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം അല്ലേ. വർഷം തുടങ്ങുന്നത് 1 ജാനുവരിയിലാണെങ്കിൽ പോലും നിങ്ങൾ മെഷീനറി വാങ്ങിയതെന്നാ 1/7/2020 അല്ലേ. അപ്പോൾ മെഷീനറിയുടെ കണക്ക് ആദ്യത്തെ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യൽ എന്നാണ്? 1/7/2020. ഓക്കെ, 1/7/2020 തുടങ്ങിയാൽ പോലും വർഷം അവസാനിക്കുമ്പോൾ എപ്പോൾ തന്നെ അവസാനിക്കും? അത് പറഞ്ഞിട്ടുണ്ട് 31 ഡിസംബറിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെഷീനറിയുടെ അക്കൗണ്ടിൻ്റെ കണക്ക് 1/7 തുടങ്ങി 31/12/2020 അവസാനിക്കും അല്ലേ, ആദ്യത്തെ വർഷം. അപ്പോൾ ഈ എത്ര മാസം? ഒരു വർഷം മുഴുവൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. 1/7 തുടങ്ങി 31/12 എന്ന് പറയുമ്പോൾ 6 മാസമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അത് ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എങ്ങനെയാണ് അത് കണക്കാക്കിയത്? 1-ാം തീയതി 7-ാം മാസം അല്ലേ. അപ്പോൾ 7-ാം മാസം ഉപയോഗിച്ചിട്ടുണ്ട്. 7, 8, 9, 10, 11, 12, 6 മാസം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വർഷം ഈ അസറ്റ് എത്ര മാസം ഉപയോഗിച്ചിട്ടുള്ളൂ? 6 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ വർഷം എന്നാ തുടങ്ങുക? 1 ജാനുവരി 2021 മുതൽ 31 ഡിസംബർ 2021 വരെ. അന്ന് ഒരു ട്രാൻസാക്ഷനും വേറെ നടന്നിട്ടില്ല. കാരണം രണ്ടാമത്തെ അസറ്റ് വാങ്ങിയത് എത്രയാണ്? എന്നാൽ 2022 മാത്രമാണ് അല്ലേ. ഇനി മൂന്നാമത്തെ വർഷം അതിങ്ങനെയാണ് തുടങ്ങുക. 1/1/2022 മുതൽ 31/12/2022. അന്നാണ് നമ്മൾ രണ്ടാമത്തെ അസറ്റ് വാങ്ങി എന്നതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നാലാമത്തെ വർഷം വേറെ ട്രാൻസാക്ഷനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 2020 ഒരു അസറ്റ് മേടിച്ചു, 2022 വേറൊരു അസറ്റും വാങ്ങി. ഈ 2 വർഷങ്ങളിലും വേറെ അഡീഷണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അസറ്റിൻ്റെ കണക്ക് എഴുതുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യുക? അതും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്താ ചെയ്യുക? അവിടെ അസറ്റിൽ നിന്ന് ഓരോ വർഷവും അതിൻ്റെ എത്രയാണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അസറ്റിൻ്റെ വിലയിൽ നിന്ന് കുറക്കുക. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷീനറിയുടെ അക്കൗണ്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ വർഷത്തെയും ഈ ടോട്ടൽ ചെയ്യേണ്ട സ്ഥലം ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളത് ഓരോന്ന് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഇത് എളുപ്പത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ മെഷീനറിയുടെ അക്കൗണ്ട് തുടങ്ങൽ ആദ്യം മെഷീനറി വാങ്ങിയ ആ ഡേറ്റിലാണ് 1/7. അന്ന് അതിന് ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ എമൗണ്ട് എഴുതുന്നു. 50,000 10,000 കൂടി കൂട്ടി എത്ര രൂപ? 60,000 രൂപ മെഷീനറി വാങ്ങിയതായിട്ട് നമ്മൾ രേഖപ്പെടുത്തി. ഇനി എന്താ ചെയ്യാനുള്ളത്? ആ വർഷം വേറെ അസറ്റ് ഒന്നും വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വേറെ ട്രാൻസാക്ഷനൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യാനുള്ളൂ? ഈ വർഷം അവസാനിക്കുന്ന അതായത് 31/12/2020 നമ്മൾ ഡിപ്രീസിയേഷൻ എത്രയാണോ അത്രയും ചാർജ് ചെയ്യുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് 6,000 ഒരു വർഷത്തേക്ക്. പക്ഷേ ആദ്യത്തെ വർഷം ഒരു വർഷമുണ്ടോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ചോദ്യത്തിലും അസറ്റ് വാങ്ങിയ ആദ്യത്തെ വർഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ. പിന്നീടുള്ള വർഷങ്ങളെല്ലാം ഫുൾ എമൗണ്ട് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ആദ്യത്തെ വർഷം മാത്രം, അസറ്റ് വാങ്ങിയ ആദ്യത്തെ വർഷം മാത്രം ശ്രദ്ധിക്കുക. വാങ്ങിയ ഡേറ്റ് നോക്കുക. അത് വർഷത്തിൻ്റെ തുടക്കത്തിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ എമൗണ്ടും ചാർജ് ചെയ്യാമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 1/7 അതായത് 6 മാസമേ ഉള്ളൂ. അപ്പോൾ 6 മാസത്തേക്ക് അത് ചുരുക്കണം. എങ്ങനെയാണ് ചുരുക്കുക? 6,000 ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇൻറ്റു 6/12 എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അത് 6 മാസത്തേക്ക് ചുരുക്കാൻ പറ്റും. ഇനി 3 മാസമാണെങ്കിൽ എന്ത് ചെയ്യും? ഇൻറ്റു 3/12. 2 മാസമാണെങ്കിൽ ഇൻറ്റു 2/12. ഇവിടെ 6 മാസമാണ്. അപ്പോൾ 6 മാസത്തേക്ക് 6/12 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3,000 കിട്ടും. യെസ്, ആദ്യത്തെ വർഷത്തെ കണക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യുക? കൂടുതലുള്ള എമൗണ്ട് നിങ്ങൾ ടോട്ടൽ ചെയ്യുക. മുകളിലൊരു വര വരയ്ക്കുക, താഴെ 2 ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ എമൗണ്ട് ഇതേപോലെ പുറത്തേക്ക് എടുത്തെഴുതുക. മുകളിലൊരു ലൈൻ, താഴെ 2 ലൈൻ. ഓക്കെ, ഇയർ നമ്മൾ ക്ലോസ് ചെയ്തു എന്ന് കാണിക്കാനായിട്ടാണ് അല്ലേ. എന്നിട്ട് ഈ 60,000 3,000 മൈനസ് ചെയ്താലാണ് ബാലൻസ് കിട്ടുക 57,000 രൂപ. ഓക്കെ, ഫൈൻ. ഈ 57,000 നിങ്ങൾ എന്തെഴുതുന്നു? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുന്നു. ആദ്യത്തെ വർഷത്തെ കണക്ക് കഴിഞ്ഞു. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ വർഷത്തേക്ക് കണക്ക് തുടങ്ങുന്നു അല്ലേ. രണ്ടാമത്തെ വർഷം നിങ്ങൾ അസറ്റ് ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നിങ്ങൾ അസറ്റിൻ്റെ ബാലൻസ് എത്രയേ ഉള്ളൂ? 57,000 ആണ്. ഈ ബാലൻസ് വെച്ചിട്ടാണ് നിങ്ങൾ അടുത്ത വർഷം തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത വർഷം ജാനുവരി 1/1/21 ബാലൻസ് ബ്രോ ഡൗൺ. ഏത് ബാലൻസാണ്? 87,000 കഴിഞ്ഞ വർഷത്തെ ബാലൻസ് അല്ലേ. അതതുപോലെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. ഇനി നമുക്കറിയാം ആ വർഷം വേറെ ഇടപാടൊന്നും നടന്നിട്ടില്ല, വാങ്ങലും വിൽക്കലും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ വർഷം അവസാനം നമ്മൾ 31 ഡിസംബർ 2021 ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നു. ഇവിടെ നമ്മൾ 6 മാസത്തേക്കൊന്നും ചുരുക്കേണ്ട ആവശ്യമില്ല. ഇത് തുടക്കം മുതൽ നമ്മളെ കയ്യിൽ അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വർഷം അല്ലേ. അപ്പോൾ 6,000 രൂപയാണ് ആ വർഷത്തിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവനും നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്, റെക്കോർഡ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യുന്നു. അപ്പുറത്തേക്ക് ടോട്ടൽ എടുത്തെഴുതുന്നു. മുകളിലൊരു വരയും താഴെ 2 വരയും വരച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്താന്ന് കണക്കാക്കുന്നു. ഇത് ഇതുപോലെ ഇപ്പുറത്തേക്ക് എടുത്തെഴുതുന്നു, ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുന്നു. ഇനി മൂന്നാമത്തെ വർഷത്തേക്ക് ഈ ബാലൻസ് അതുപോലെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ബാലൻസ് ബ്രോ ഡൗൺ. ഇയറൊക്കെ കൃത്യമായിട്ട് എഴുതുക.
51,000 രൂപ. ഈ വർഷം പ്രത്യേകതയുണ്ട്, നമ്മൾ മുമ്പ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വർഷമാണ് നമ്മൾ രണ്ടാമത്തെ അസറ്റും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റിൻ്റെ എമൗണ്ട് എഴുതുന്നു 20,000 രൂപ. യെസ്. ഇനി ഈ വർഷം നിങ്ങൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 2 അസറ്റുണ്ട്. ആദ്യത്തെ അസറ്റിന് മുഴുവൻ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ 31,12 ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ട് ആദ്യത്തെ അസറ്റിന് 6,000 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്നു. രണ്ടാമത്തെ അസറ്റ് 20,000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അസറ്റ് വാങ്ങുമ്പോൾ ഇതിന് 2,000 രൂപയാണ് ഡിപ്രീസിയേഷൻ, നമുക്കറിയാം അല്ലേ. വാങ്ങിയ ഡേറ്റ് ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇയർ മാത്രം. എന്നാ വാങ്ങിയത്? 30/9/22. അപ്പോൾ 30/9 എന്ന് പറയുമ്പോൾ ആ വർഷം ആ മാസം കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം 30 ആയല്ലോ അല്ലേ. ആ മാസം പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 10, 11, 12 3 മാസം അസറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ 2,000 3 മാസത്തേക്ക് മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 2,000 ഇൻറ്റു 3/12. അപ്പോൾ എത്ര വരും? 500 രൂപ. എവിടുന്ന് ഈ 2,000 കിട്ടി? നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. 20,000-ൻ്റെ 10% 2,000. 2,000 ഇൻറ്റു 3/12. അപ്പോൾ ആ വർഷം 2 അസറ്റിനും കൂടി എത്ര ഡിപ്രീസിയേഷൻ വരുന്നത്? 6,500. അത് ടോട്ടൽ ചെയ്ത് പുറത്തേക്ക് എഴുതാം. വീണ്ടും ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ 71,000 വരും. 71,000 6,500 മൈനസ് ചെയ്യുമ്പോൾ 64,500 രൂപ. ഓക്കെ, ഇനി നേരെ ബാലൻസ് എഴുതുന്നു. അടുത്ത വർഷത്തേക്ക് ബാലൻസ് അതുപോലെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇനി അടുത്ത വർഷം വേറെ ഇടപാടുകളൊന്നുമില്ല അല്ലേ, വാങ്ങലും വിൽക്കലും ഒന്നുമില്ല. അപ്പോൾ നേരെ 31 ഡിസംബറിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ 2 അസറ്റും ഈ വർഷം മുതൽ തുടക്കം മുതൽ നമ്മളെ കയ്യിലുണ്ട്. 24,500 എന്ന് പറയുമ്പോൾ 2 അസറ്റിനും കൂടി വിലയാണ് അല്ലേ, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വിലയാണ്. അപ്പോൾ ഈ വർഷം എത്ര ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്? 2 അസറ്റിനും ഫുള്ള്. അപ്പോൾ ആദ്യത്തെ അസറ്റിന് 6,000, രണ്ടാമത്തെ അസറ്റ് 2,000. നമുക്ക് മുൻകൂട്ടി അറിയാം, രണ്ടിൻ്റെയും ഫുൾ എമൗണ്ട് ചാർജ് ചെയ്യാം. എത്ര രൂപ വരും? 8,000 രൂപ. ബാലൻസ് ചെയ്യുന്നു 64,500. ബാലൻസ് ചെയ്യുമ്പോൾ 56,500 രൂപ കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷത്തിന് നിങ്ങൾക്ക് ഓരോ മാർക്ക് വെച്ച് 4 മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഈ പ്രോബ്ലം ചെയ്യാം. ഇനി ഇതേ ചോദ്യം ഡിമിനിഷിംഗ് ബാലൻസിലായിരുന്നെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുമെന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലേ. ഓക്കെ, ഫൈൻ. നേരിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. സെയിം ചോദ്യമാണ്, എന്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? മെത്തേഡ് എന്താ? ഡിമിനിഷിംഗ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഡിമിനിഷിംഗ് ബാലൻസ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇയർ 31 ഡിസംബർ തന്നെ അവസാനിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇയറിലും മാറ്റമില്ല. ഓക്കെ, എന്താ ഈ മെത്തേഡിൻ്റെ പ്രത്യേകത? ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കണക്കാക്കേണ്ടത് ബുക്ക് വാല്യൂവിലാണ്. അതെങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ അസറ്റ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നു, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 60,000 രൂപ. ഇയറിൻ്റെ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ ഇതാണ് ബുക്ക് വാല്യൂ. ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ബുക്ക് വാല്യൂയും ഒറിജിനൽ കോസ്റ്റും സെയിം ആയിരിക്കും അല്ലേ. വാങ്ങിയ വില തന്നെയായിരിക്കും ആദ്യത്തെ വർഷത്തെ ബുക്ക് വാല്യൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 6,000 ആണ്. 6,000-ൻ്റെ 6 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ 3,000. ബാലൻസ് ചെയ്യുന്നു 57,000 രൂപ കിട്ടി. അതിനേറെ ബാലൻസ് എന്ന് എഴുതുന്നു. അപ്പോൾ ഏത് മെത്തേഡ്, 2 മെത്തേഡിലായാലും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷത്തെ കണക്കെന്ന് പറയുന്നത് അതിൽ മാറ്റം ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ വർഷം ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 57,000 അല്ലേ. ഈ 57,000 രണ്ടാമത്തെ വർഷം ഈ അസറ്റിൻ്റെ ബുക്ക് വാല്യൂ. അപ്പോൾ ഇതിന്മേലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് അല്ലേ. ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ആദ്യം 60,000 ആയിരുന്നു, ഇപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? 57,000 കുറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 57,000-ന് ഡിപ്രീസിയേഷനാണ് ആ വർഷം നിങ്ങൾ ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കേണ്ടത്. 57,000 ഇൻറ്റു 10/100. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഫോർമുല എഴുതിയത് കേട്ടോ, അങ്ങനെ എഴുതണമെന്നില്ല. 57,000-ന് 10% എന്ന് പറയുമ്പോൾ 5,700 വരുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് പ്രകാരം ബുക്ക് വാല്യൂ ഓരോ വർഷവും കുറയുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും കുറഞ്ഞുകൊണ്ട് ഇരിക്കും. 6,000-ന് പകരം എത്രയാണ് ഇവിടെ? 5,700. ഓക്കെ, ഇനി ഇത് ബാലൻസ് ചെയ്യുന്ന 57,000. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 51,300 രൂപ. അതിന് നേരെ ബാലൻസ് കൈ ഡൗൺ എന്ന് എഴുതുന്നു. അടുത്ത വർഷത്തേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. അടുത്ത വർഷമാണ് നമുക്ക് രണ്ടാമത്തെ അസറ്റ് വരിക 20,000 രൂപ അല്ലേ. ഇനി ഈ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ അസറ്റിന് മുഴുവൻ എമൗണ്ടും അല്ലേ. മുഴുവൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ 51,300. ഇതിൻ്റെ 10%. നേരിട്ട് 6,000 കണക്കാക്കാൻ പറ്റില്ല അല്ലേ. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ വർഷവും ബുക്ക് വാല്യൂയിലാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ 51,300-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 5,130. ഒരു 0 കുറച്ചാൽ മതി അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ അസറ്റ് 20,000. ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2,000 പക്ഷെ വാങ്ങിയതെന്ന 30/9 അപ്പോൾ എത്ര മാസത്തേക്ക് പാടുള്ളൂ? 3 മാസത്തേക്കേ പാടുള്ളൂ. അപ്പോൾ 2,000 ഇൻറ്റു 3/12 എന്ന് പറയുമ്പോൾ 500. ഓക്കെ,
ഞാൻ വീണ്ടും പറയാണ്, ഏത് അസറ്റും വാങ്ങിയ ആദ്യത്തെ വർഷം ശ്രദ്ധിക്കണം. ആ വാങ്ങിയത് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് മുഴുവൻ എമൗണ്ട് 2000 ചാർജ് ചെയ്യാം. പക്ഷേ അതിന് ശേഷമുള്ള ഡേറ്റുകളാണെങ്കിൽ ആ ഡേറ്റ് മുതൽ വർഷം അവസാനിക്കുന്നതുവരെ എത്ര മാസം ഉണ്ടെന്ന് നോക്കുക. അത്രയും മാസത്തേക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ നിങ്ങൾ എമൗണ്ട് എഴുതുന്നു 5630. പിന്നീട് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 65670 കിട്ടും. ഓക്കെ, അടുത്ത വർഷം നിങ്ങൾ ആ എമൗണ്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ദെൻ ആ ഇയർ എൻഡിൽ വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. ഇയറിൽ വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഇയർ എൻഡിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഇവിടെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ 65670 എന്ന് പറയുന്നത് 2 അസറ്റും കൂടെ കൂട്ടിയതിൻ്റെ ബുക്ക് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ഇതിൻ്റെ 10% കണ്ടാൽ മതി. കാരണം 2 അസറ്റും തുടക്കം മുതൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ. അപ്പോൾ 65670 10% എന്ന് പറയുമ്പോൾ 6567. പിന്നീടുള്ള വർഷങ്ങളെല്ലാം എത്രയാണോ ബുക്ക് വാല്യൂ അതിൻ്റെ 10% അങ്ങ് കണ്ടാൽ മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 59,103. അതിന് നേരെ എന്തെഴുതുന്നു? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുന്നു അല്ലേ. അതാണ് ഈ മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ മെത്തേഡിൽ കാൽക്കുലേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറേ അങ്ങ് പോകുന്നതിനനുസരിച്ച് ഫ്രാക്ഷനൊക്കെ വരും അല്ലേ. സ്ട്രേറ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻ എളുപ്പമാണെങ്കിൽ ഈ മെത്തേഡിൽ കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ട് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ 2 രൂപത്തിലും 2 മെത്തേഡിലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു കേസും കൂടി പരിശോധിക്കുകയാണ്. ഇയർ എൻഡ് മാറുമ്പോൾ, അതായത് 31 ഡിസംബർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാണ് അല്ലേ. ഇനി 31 മാർച്ചിലാണ് ഇയർ അവസാനിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്ന കാര്യം കൂടി നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. ഇവിടെ ശ്രദ്ധിക്കുക, അതേ ചോദ്യം തന്നെയാണ്. എന്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? മെത്തേഡ് സ്ട്രേറ്റ് ലൈൻ, ഇയർ എൻഡ് 31 മാർച്ചാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മെത്തേഡ് സ്ട്രേറ്റ് ലൈനാണ്. ആനുവൽ ഡിപ്രിസിയേഷൻ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. 6000-ഉം 2000-ഉം. ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ചിലാണ്. അപ്പോൾ ഇയർ എങ്ങനെ വരിക? ആദ്യത്തെ വർഷം തുടങ്ങുന്ന 1/7 അസറ്റ് വാങ്ങിയ അന്ന് മുതൽ 31 ഡിസംബർ അല്ല, അതും കൂടി കഴിഞ്ഞ് 3 മാസം കൂടി കഴിഞ്ഞ് അടുത്ത വർഷം 31/3/2021 അല്ലേ. അപ്പോൾ ആദ്യം 31 ഡിസംബർ വരെ 6 മാസമായിരുന്നെങ്കിൽ പിന്നീട് 3 മാസം കൂടി കൂടും എന്ന് പറയുമ്പോൾ ആ അസറ്റ് 6 മാസമല്ല, എത്ര മാസം ഉപയോഗിച്ചിട്ടുണ്ടാവും? 9 മാസം ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് എണ്ണി നോക്കാം. എങ്ങനെ വരിക? 7, 8, 9, 10, 11, 12, 6 മാസമായി. പിന്നെ അതുകൂടാതെ അടുത്ത വർഷം 1, 2, 3, 9 മാസം അല്ലേ. അപ്പോൾ ഇയർ എൻഡ് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാൽക്കുലേഷനിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ അടുത്ത വർഷം തുടങ്ങൽ എന്നാണ്? 31/3/2021 തുടങ്ങി അവസാനിച്ചാൽ അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2021. അവസാനിക്കൽ എപ്പോഴാണ്? 31/3/2022. അവിടെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. അടുത്തത് 1/4/2022, പിന്നെ 31/3/2023. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ അസറ്റ് വാങ്ങിയത്. പിന്നെ അടുത്ത വർഷം 1/4/2023 തുടങ്ങി 31/3/2024 അവസാനിക്കുന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്ന് കൂടി ഒന്ന് നോക്കാം. ഇങ്ങനെ ഡേറ്റ് നിങ്ങൾ ഓൾറെഡി ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡേറ്റ് എഴുതുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ മാർച്ചിൽ അവസാനിക്കുന്ന ഇയർ എൻഡ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അസറ്റ് വാങ്ങിയത് രേഖപ്പെടുത്തുന്നു 60,000. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ 6 മാസമായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര മാസമായി? 9 മാസമായി അല്ലേ. കാരണം എന്താ? ഇയർ എൻഡ് ഇങ്ങോട്ട് നീണ്ടു അല്ലേ. ഡിസംബറിൽ നിന്ന് ഇതുവരെ എത്തി? അടുത്ത വർഷം മാർച്ച് വരെ എത്തി. അപ്പോൾ 9 മാസം വരും അല്ലേ. 9 മാസത്തിന് എത്ര വരിക? 6000 × 9/12 എന്ന് പറയുമ്പോൾ എത്ര വരും? 4500. ബാലൻസ് ചെയ്യുന്നു 55,500. അത് പ്രത്യേക ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അടുത്ത വർഷം ഡിപ്രിസിയേഷൻ ഫുൾ എമൗണ്ട് ചാർജ് ചെയ്യുന്നു, കാരണം സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ 49,500 ബാലൻസ് വരുന്നു. നേരെ പുറത്തേക്ക് എടുത്തെഴുതുന്നു. അടുത്ത വർഷത്തെ ബാലൻസ് 49,500 ആ വർഷം വീണ്ടും നമ്മൾ അസറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട് 20,000. ഇവിടെ 39 അല്ലേ. ഡിസംബർ വരെയാണെങ്കിൽ 3 മാസമായിരുന്നു. അപ്പോൾ മാർച്ച് വരെ ആകുമ്പോൾ 3 കൂടി കൂടും. അപ്പോൾ മൊത്തം എത്ര മാസം വരും? 6 മാസം വരും. അപ്പോൾ ഇതിന് എത്ര മാസത്തേക്ക് ചാർജ് ചെയ്യണം? നേരത്തെ 3 മാസമായിരുന്നെങ്കിൽ ഈ ഇയർ എൻഡ് മാറിയപ്പോൾ എത്ര വരും? 6 മാസം വരും അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അസറ്റിന് 6000 രണ്ടാമത്തെ അസറ്റിന് 2000 × 6/12 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 വരും. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര രൂപ? 7000. വീണ്ടും ബാലൻസ് ചെയ്യുന്നു 62,500. ഓക്കെ, ഫൈൻ. സ്ട്രേറ്റ് ലൈൻ രീതിയാണ്, നമുക്ക് എളുപ്പമാണ് അല്ലേ. ഓക്കെ, അടുത്തത് 62,500 രൂപ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇയർ എൻഡ് അവസാനിക്കുന്ന സമയത്ത് 2 അസറ്റിൻ്റെയും ഫുൾ എമൗണ്ട് 6000, 2000 ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. മൊത്തം 8000. ബാലൻസ് ചെയ്യുന്നു 54,500. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഏത് മെത്തേഡാണെന്ന് നോക്കണം, എത്ര എമൗണ്ട് ആണെന്ന്, എത്ര ശതമാനമാണെന്ന് നോക്കണം. അതേപോലെ തന്നെ ഇയർ എൻഡ് ഏതാണെന്നും കൂടി നോക്കിയിട്ട് വേണം പ്രോബ്ലം
ചെയ്യാൻ. ഓക്കെ, ഈ ഒരു പ്രോബ്ലം വളരെ നന്നായിട്ട് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. കാരണം ഇത്തവണ ഈ ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ഓർക്കുക, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഈ രണ്ട് മെത്തേഡിലും ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എത്ര ശതമാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ചിലപ്പോൾ ശതമാനം പറയാത്ത രൂപത്തിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ മാത്രമേ നിങ്ങൾ ആ ഫോർമുല ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലേ, ഒരു ഫോർമുലയുണ്ട് അല്ലേ, എന്താണ്? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് എന്ന് പറഞ്ഞൊരു ഫോർമുല വെച്ച് നിങ്ങൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. അതെപ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾക്ക് ശതമാനം തന്നിട്ടില്ലെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ കോസ്റ്റും ലൈഫും സ്ക്രാപ്പ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാകും. ഓക്കെ, അതേത് രീതിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മാത്രമേ ആ ഫോർമുല വെച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഈ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ പോലെ വളരെ കൂടുതലാണ്. ഓക്കെ, ഫൈൻ.